തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ പാതയിലാണ്. കാലം എത്ര വേഗമാണ് മാറുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ്. 18 വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഒരു സാധാരണ ചിത്രം. അതിൽ 2 പേരുണ്ട്. ഒരാൾ തമിഴ് സിനിമയിലെ അന്നത്തെയും ഇന്നത്തെയും സൂപ്പർ താരം ദളപതി വിജയ്, മറ്റൊരാൾ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള ഒരു യുവ നിർമ്മാതാവ് ഉദയനിധി സ്റ്റാലിൻ. അന്ന് ആ ചിത്രം എടുക്കുമ്പോൾ ആരും കരുതിയിരുന്നില്ല ഭാവിയിൽ തമിഴ്നാട് നിയമസഭയിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നയിക്കുന്ന 2 പ്രബല ശക്തികളായി ഇവർ മാറുമെന്ന്. സിനിമയിൽ തുടങ്ങിയ സൗഹൃദം ഇപ്പോൾ രാഷ്ട്രീയത്തിലെ വലിയൊരു പോരാട്ടമായി പരിണമിച്ചിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രി കഴകം എന്ന സ്വന്തം പാർട്ടിയുമായി വിജയ് എത്തിയതോടെ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കപ്പെട്ടു. ഈ വൈറൽ ചിത്രത്തിന്റെ പിന്നിലെ കഥയും തമിഴ്നാട്ടിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഈ ചിത്രത്തിലേക്ക് തന്നെ വരാം. ഈ ചിത്രം 2008-ലേതാണ്. വിജയ് നായകനായി എത്തിയ കുരുവി എന്ന സിനിമയുടെ സെറ്റിലോ അല്ലെങ്കിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട ചടങ്ങിലോ വെച്ചാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ഉദയനിധി സ്റ്റാലിൻ എന്ന നിർമ്മാതാവിന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ്. റെഡ് ജെയിൻ മൂവീസ് എന്ന നിർമ്മാണ കമ്പനി ആദ്യമായി നിർമ്മിച്ച ചിത്രം. അന്ന് വിജയ് തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന സമയമായിരുന്നു. ഉദയനിധി ആകട്ടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നെങ്കിലും സിനിമയിൽ ചുവടുറപ്പിക്കാൻ നോക്കുന്ന ഒരു യുവാവ് മാത്രം. അന്ന് അവർക്കിടയിൽ സൗഹൃദമുണ്ടായിരുന്നു, സിനിമാപരമായ സഹകരണമുണ്ടായിരുന്നു. എന്നാൽ 2024 വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയും 2026 തമിഴ്നാട് നിയമസഭയിലേക്ക് വൻ മുന്നേറ്റം നടത്തുകയും ചെയ്തതോടെ ഈ പഴയ ചിത്രം വലിയ രാഷ്ട്രീയാർത്ഥങ്ങൾ കൈവരിച്ചു. പഴയ സുഹൃത്തുക്കൾ ഇന്ന് രാഷ്ട്രീയ ഗോതയിൽ പരസ്പരം പോരടിക്കുന്ന മുഖ്യ എതിരാളികളായി മാറിയിരിക്കുകയാണ്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് തമിഴ് മണ്ണിൽ ഒരു പുത്തിരിയല്ല. MGRും കരുണാനിധിയും ജയലളിതയും വിജയകാന്തും ഒക്കെ നടന്ന വഴിയിലൂടെ തന്നെയാണ് വിജയും സഞ്ചരിക്കുന്നത്. പക്ഷേ വിജയുടെ രീതികൾ വ്യത്യസ്തമായിരുന്നു. വർഷങ്ങളോളം ആരാധക കൂട്ടായ്മയായ വിജയും മക്കൾ ഇയക്കം വഴി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തി അടിത്തറ പാകിയ ശേഷമാണ് അദ്ദേഹം തമിഴക വെട്രി കഴകം എന്ന പാർട്ടി പ്രഖ്യാപിച്ചത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തമിഴ്നാടിനെ മാത്രമല്ല ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചു എന്ന് നമുക്കറിയാം. ഭരണകക്ഷിയായ DMKയ്ക്കും പ്രധാന പ്രതിപക്ഷമായ AIDMKയ്ക്കും വെല്ലുവിളിയായി വിജയ് മാറി. 108 സീറ്റുകളിൽ വിജയിച്ച് TVK വലിയൊരു രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നേതൃത്വത്തിലുള്ള DMKയ്ക്ക് ഭരണം പോലും നിലനിർത്താൻ സാധിച്ചില്ല. വിജയുടെ പാർട്ടിയുടെ വളർച്ച അവരുടെ ഉറക്കം കെടുത്തുകയും ചെയ്തു. അതേസമയം DMKയുടെ അടുത്ത അവകാശിയായി ഉദയനിധി സ്റ്റാലിൻ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ ഭരണപരമായ കാര്യങ്ങളിലും പാർട്ടി കാര്യങ്ങളിലും ഉദയനിധി സ്റ്റാലിൻ നിർണായക പങ്ക് വഹിച്ചിരുന്നു. സിനിമാ നിർമ്മാതാവായി തുടങ്ങി പിന്നീട് നടനായി ഒടുവിൽ സജീവ രാഷ്ട്രീയക്കാരനായി മാറിയ ഉദയനിധി തന്റെ പിതാവ് സ്റ്റാലിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നത്. വിജയ് രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ DMK തുടക്കത്തിൽ അല്പം ലാഘവത്തോടെയാണ് കണ്ടതെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഉദയനിധിയും വിജയും തമ്മിൽ രൂക്ഷമായ വാക്പോരുകൾ നടന്നിരുന്നു. വിജയുടെ രാഷ്ട്രീയ നിലപാടുകളെയും വർക്ക് ഫ്രം ഹോം രാഷ്ട്രീയമെന്ന് ഉദയനിധി പരിഹസിച്ചതും തമിഴ്നാട് ചർച്ച ചെയ്തതാണ്. തന്റെ സിനിമയിലെ നായകനായിരുന്ന വിജയെ ഇന്ന് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലനായി ഉദയനിധി കാണേണ്ടി വരുന്നു എന്നതാണ് കാലത്തിന്റെ കാവ്യനീതി. തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് വിജയ് എത്തുമ്പോൾ പ്രതിപക്ഷ നിരയുടെ തലപ്പത്ത് ഉദയനിധി സ്റ്റാലിനുമുണ്ട്. ഇത് തമിഴ്നാട് നിയമസഭയെ ഒരു യുദ്ധക്കളമാക്കി മാറ്റും എന്നതിൽ തർക്കമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്ത് വിജയ് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ ചോദ്യങ്ങൾ ഉയർത്താനാണ് ഉദയനിധി ഇനി നിയമസഭയിൽ ശ്രമിക്കുക. ആ പഴയ ചിത്രം വൈറലാകാൻ കാരണം ഇരുവരും തമ്മിലുള്ള ഈ അസംബ്ലി ഫേസ് ഓഫ് ആണ്. അഴിമതിക്കും കുടുംബരാഷ്ട്രീയത്തിനുമെതിരെ വിജയ് വിരൽ ചൂണ്ടുമ്പോൾ ഉദയനിധിക്ക് അത് പ്രതിരോധിക്കേണ്ടി വരും. സിനിമയിലെ ആക്ഷൻ രംഗങ്ങളെക്കാൾ ഉദ്വേഗജനകമായ നിമിഷങ്ങൾക്കായിരിക്കും ഇനി തമിഴ്നാട് നിയമസഭ സാക്ഷ്യം വഹിക്കുക. സനാതന ധർമ്മം മുതൽ തമിഴ് ദേശീയത വരെയുള്ള വിഷയങ്ങളിൽ ഇരുവരും സ്വീകരിക്കുന്ന നിലപാടുകൾ ഇനി നിയമസഭയിൽ ഏറ്റുമുട്ടും. സോഷ്യൽ മീഡിയയിൽ ഈ വൈറൽ ചിത്രത്തിന് താഴെ വരുന്ന കമന്റുകളും ശ്രദ്ധേയമാണ്. വിജയ് ആരാധകർ ഈ ചിത്രത്തെ ഒരു വലിയ വിജയമായി ആഘോഷിക്കുമ്പോൾ DMK അനുഭാവികൾ ഇതിനെ സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസമായി തന്നെയാണ് കാണുന്നത്. കുരുവി എന്ന സിനിമ നിർമ്മിച്ച് വിജയ്ക്ക് നല്ലൊരു സിനിമ നൽകിയെങ്കിലും ഇന്ന് വിജയ് ഉദയനിധിയുടെ രാഷ്ട്രീയ കരിയറിന് വെല്ലുവിളിയാകുന്നു എന്നാണ് ചിലരുടെ അഭിപ്രായം. തമിഴ് രാഷ്ട്രീയത്തിലെ വരും വർഷങ്ങൾ ഈ 2 യുവ നേതാക്കളുടെ കയ്യിലായിരിക്കും. MK സ്റ്റാലിനും എടപ്പാടി പളനിസ്വാമിയും കഴിഞ്ഞാൽ തമിഴകം ഉറ്റുനോക്കുന്നത് ഉദയനിധിയെയും വിജയുമാണ്. സിനിമയിലെ സൗഹൃദം രാഷ്ട്രീയത്തിലെ ശത്രുതയായി മാറുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണെങ്കിലും അത് തമിഴ്നാടിന്റെ വികസനത്തിന് എങ്ങനെ ഗുണപ്പെടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കുന്നത്. മാറ്റങ്ങൾ അനിവാര്യമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് എന്ന ശക്തിയെ ഇനി ആർക്കും അവഗണിക്കാൻ കഴിയില്ല.
ഉദയനിധി സ്റ്റാലിനും വിജയും തമ്മിലുള്ള ഈ പോരാട്ടം വെറും ഒരു അധികാര വടംവലിയല്ല, മറിച്ച് തമിഴ് ജനതയുടെ വിശ്വാസം ആർക്കായിരിക്കും എന്നതിന്റെ പരീക്ഷണം കൂടിയാണ്. അടുത്ത 5 വർഷം തമിഴ്നാട് നിയമസഭയിൽ എന്തൊക്കെ സംഭവിക്കും? വിജയിയുടെ ശബ്ദം ഭരണകൂടത്തെ എങ്ങനെ സ്വാധീനിക്കും? ഉദയനിധി സ്റ്റാലിൻ ഈ വെല്ലുവിളിയെ എങ്ങനെ മറികടക്കും? ഈ ചോദ്യങ്ങൾക്കെല്ലാം വരും ദിവസങ്ങളിൽ ഉത്തരം നൽകും. തമിഴ് രാഷ്ട്രീയം വീണ്ടും ആവേശകരമായ ഒരു ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്.